സൗന്ദര്യ സംരക്ഷണത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഓറഞ്ചിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഓറഞ്ച് കഴിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. പ്രത്യേകിച്ച് ഈ സീസൺ സമയത്തൊക്കെ ധാരാളമായിട്ട് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. ഓറഞ്ച് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ശ്വാസകോശ രോഗങ്ങൾ, ജലദോഷം, ആസ്മ എന്നിവയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങുന്നത് മിക്കവാറും ഓറഞ്ചിൻ്റെ ജ്യൂസിലൂടെയാണ്. അത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരല്ലി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാക്കി എടുത്ത് കൊടുക്കാം. പതുക്കെ മാത്രമേ അളവ് വർദ്ധിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഒരു ടേസ്റ്റൊക്കെ തോന്നാൻ വേണ്ടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അല്പം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാഴ്ചക്കുറവ് നേരിടുന്നവർ ഓറഞ്ച് കഴിക്കുക. വൈറ്റമിൻ ഇ ധാരാളമായിട്ട് ഈ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. തിമിരത്തിൻ്റെ സാധ്യതയും ഓറഞ്ച് കഴിക്കുന്നതിലൂടെ കുറയ്ക്കാൻ കഴിയും. ശ്വാസകോശം, സ്തനം, കുടൽ എന്നിവിടങ്ങളിലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു പഴം കൂടിയാണ് ഓറഞ്ച്. ഓറഞ്ചിൽ ധാരാളമായിട്ട് നാരുകളുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് ദഹനം ശരിയായ രീതിയിൽ നടക്കാനും അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനും സഹായിക്കുന്നു. കൂടിയ അളവിൽ ഓറഞ്ച് കഴിച്ചാൽ വയറിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ കഴിക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം കഴിക്കുക. വൃക്കരോഗികൾ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത് കഴിക്കാവൂ. ബീറ്റാ കരോട്ടിൻ അടങ്ങിയതിനാൽ കോശങ്ങൾ നശിക്കുന്നത് തടയും. അതുമൂലം ചെറുപ്പം നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫോളിക് ആസിഡ് റിച്ച് ഫ്രൂട്ട് ആയതിനാൽ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാവാം 6 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് നൽകി വരുന്നത്. ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഓറഞ്ച് പ്രമേഹ രോഗികൾക്ക് മിതമായിട്ട് കഴിക്കാം. അവരുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവലൊക്കെ നോക്കി അതനുസരിച്ച് കഴിക്കാവുന്ന ഒന്നാണ്. കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച്. ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഓറഞ്ച് കിട്ടും. ആ ടൈമിൽ വീട്ടിലുള്ള പ്രായമുള്ളവർക്കും അതേപോലെ എല്ലാവർക്കും കൊടുക്കുക. ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് പലർക്കും ചർമ്മം വരണ്ടു വരുന്നു, പാടുകൾ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഓറഞ്ച് ജ്യൂസ് പുരട്ടുന്നത് വരൾച്ചയെയും ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തടയും. അതുപോലെ ചർമ്മത്തിൻ്റെ പ്രായം കുറയ്ക്കാനും മുഖക്കുരു കൂടുതലുള്ളവർക്കും എല്ലാം ഓറഞ്ച് ജ്യൂസ് പുരട്ടാവുന്നതാണ്. ഓറഞ്ച് മാത്രമല്ല, ഓറഞ്ചിൻ്റെ തൊലിയും നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ നല്ല ഒന്നാം തരം സ്ക്രബായിട്ടും അല്ലെങ്കിൽ ഫേസ് പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം അതല്ലെങ്കിൽ ഓറഞ്ചായിട്ട് തന്നെ നന്നായിട്ട് കഴുകുക. അതിനുശേഷം നമ്മൾ തൊലി എടുത്താൽ മതിയാകും. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം ഓറഞ്ച് ഇല്ലാത്ത സീസണിൽ കൂടി ഉപയോഗിക്കാം. ആ രീതിയിൽ വെച്ചിരുന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.